ഹായ് ഡിയേഴ്സ്, ഒപ്പം സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് 6 പാനൽ കുർത്തി ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. വളരെ സിമ്പിളാണ് ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 3 മീറ്റർ തുണിയാണ്, പോളിസ്റ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത്. കണ്ടാൽ ശരിക്കും കോട്ടൺ പോലെ തന്നെ തോന്നുള്ളൂ, പക്ഷേ ഇത് പോളിസ്റ്ററാണ്. നമുക്ക് തയ്ച്ച് പഠിക്കാനും അതുപോലെ എനിക്കിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ റേറ്റ് കുറഞ്ഞ ടൈപ്പിലൊക്കെ മേടിക്കുന്നതാണ് നല്ലത്. ഇത് 88 രൂപ പെർ മീറ്ററിന് വരുന്ന തുണിയാണ്. അപ്പോൾ ഞാനിത് 3 മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമ്മൾ ഒരു സൈഡ് ഇതുപോലെ പിടിക്കുക, എന്നിട്ട് ഒന്ന് മടക്കിയിടുക. വീതിയിലൊന്ന് മടക്കിയിട്ടു, കണ്ടില്ലേ, വീതിയിൽ ഒന്ന് മടക്കിയിട്ടു. അതിനുശേഷം വീണ്ടും ഇത് ഒന്നുകൂടി ഇങ്ങോട്ട് മടക്കാം. നമുക്ക് യോക്ക് പാർട്ട് ആണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതേപോലെ തുണി ഒരു സൈഡിൽ നിന്ന് ഞാൻ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് കൊടുത്തു. കറക്റ്റ് നമുക്ക് എത്രയാണോ വേണ്ടത്, ഇപ്പോൾ എനിക്ക് 10 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി 12.5 നമ്മൾ വീതി എടുക്കുകയാണ്. അവിടം വെച്ച് നമുക്കിത് കട്ട് ചെയ്യാം. അപ്പോൾ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. തേര് വശം നമുക്ക് മുകൾ വരുന്ന ഭാഗത്ത് ഇട്ട് കൊടുക്കാം, ഇതേപോലെ. ഇനി ഓരോന്നായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഷോൾഡർ 3 ഇഞ്ചും നെക്ക് 3 ഇഞ്ചും ഷോൾഡർ 3.5 അപ്പോൾ ടോട്ടൽ 6.5 നമ്മൾ ഷോൾഡർ ഇവിടെ എടുത്തു കൊടുത്തിരിക്കുന്നത്. ഇനി 6.5 തന്നെ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് ആം ഹോൾ വരച്ചെടുക്കാം. ആം ഹോൾ ഞാനിവിടെ 7 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എത്രയാണോ അളവ് അത് തന്നെ കൊടുത്താൽ മതി. ഇനി ചെസ്റ്റ് വണ്ണം എന്ന് പറയുന്നത് 10.5 2 ഇഞ്ച് തയ്യൽ തുമ്പൂടെ കൂട്ടി 12.5 നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് ഒരു 1.25 1.5 ഇഞ്ച് കർവ് ഇതുപോലെ കൊടുക്കാം. അതിനുശേഷം എത്രയാണ് ലെങ്ത്ത് വേണ്ടതെന്ന് നോക്കുക. ഓരോരുത്തരുടെ ഹൈറ്റ് അനുസരിച്ച് ലെങ്ത്ത് വേരിയേഷൻ ഉണ്ടാവും. ഞാനിവിടെ ടോട്ടൽ 14.5 കൊടുക്കുന്നത്. 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി 15.5 കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് 1 ഇഞ്ച് മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് വരച്ചിട്ട് ഇതേപോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കറക്റ്റ് വണ്ണത്തിൻ്റെ അവിടം വെച്ച് കട്ട് ചെയ്യണം. ഞാനത് ഇത്തിരി കൂടെ നീട്ടിയായിപ്പോയി എടുത്തത്, അത് വിട്ടുപോയത് പറയാനായിട്ട്. വേസ്റ്റ് ഭാഗത്തിൻ്റെ വണ്ണം എത്രയാണോ അത് വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി. ഇനി ബാക്ക് സൈഡ് നമുക്ക് മാറ്റിയിട്ടിട്ട് ഫ്രണ്ട് സൈഡ് കുഴിച്ച് കട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒരു 1/2 ഇഞ്ച് നമുക്ക് കുഴിച്ച് കട്ട് ചെയ്തിട്ട് ഒരു മാർക്കിംഗ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും യോക്ക് പാർട്ട് റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് ലൈനിങ് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ബാക്കിയുള്ള തുണി നമുക്ക് നേരത്തെ മടക്കിയിട്ട പോലെ തന്നെ വീതിയിലൊന്ന് മടക്കിയിട്ട് കൊടുക്കുക. ആദ്യം ഞാൻ നീളത്തിലൊന്ന് മടക്കിയിട്ട് കേട്ടോ, നീളത്തിൽ കറക്റ്റ് ബാക്കി എത്ര തുണിയുണ്ടോ അത് നീളത്തിൽ മടക്കിയിട്ട് പിന്നീടാണ് വീതിയിൽ മടക്കുന്നത് കേട്ടോ. അപ്പോൾ വീതിയിലും മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത വശത്ത് നിന്ന് തന്നെ നമുക്ക് താഴേക്ക് ലെങ്ത് എടുത്ത് കൊടുക്കാം. അപ്പോൾ ഈ കുർത്തിക്ക് ഞാൻ എടുത്തിരിക്കുന്ന ലെങ്ത്ത് 46 ഇഞ്ചാണ്. അപ്പോൾ എത്രയാണോ നിങ്ങളുടെ ലെങ്ത്ത് അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. യോക്ക് പാർട്ട് നമ്മുടെ 14.5, അതായത് തയ്യൽ തുമ്പൊന്നും കൂട്ടാതെ തന്നെ 14.5 നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 31.5. അത് ഞാനിവിടെ മാർക്ക് ചെയ്യുകയാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 33 ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇതേപോലെ വരച്ചു കൊടുക്കാം. താഴ്വശം നമ്മൾ 2ആയിട്ട് മടക്കിയാണ് അടിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനത് തയ്യൽ തുമ്പ് കൂട്ടിയിട്ടത് കേട്ടോ. റോൾ ഹെം ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ റോൾ ഹെം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഈ പാനൽഡ് കുർത്തി ഇങ്ങനെ ചേർന്ന് വരുന്ന ഭാഗത്ത് നമുക്ക് റോൾ ഹെം ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് താഴ്വശം മടക്കി തയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് ഞാനിവിടെ 31.5 കൂടെ 1.5 ഇഞ്ച് കൂട്ടി 33 ലെങ്ത്ത് എടുത്തു കൊടുത്തത്. അപ്പോൾ ഇത്രയും എടുത്തു. ഇനി ഈ ഭാഗത്തെ നമുക്ക് പാനലായിട്ട് കട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. എൻ്റെ വേസ്റ്റ് വണ്ണം എന്ന് പറയുന്നത് 36 ഇഞ്ചാണ്. കറക്റ്റ് നമ്മൾ വേസ്റ്റിന് ചുറ്റും പിടിക്കുക. 36 ഇഞ്ചാണ്. അതിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 9 കിട്ടുന്നത്. 2 ഇഞ്ച് തയ്യൽ തുമ്പോടെ കൂട്ടി 11. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ ഒരു 7 ഇഞ്ചും താഴെ നമുക്ക് 4 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കാം. ടോട്ടൽ 11 ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇവിടെ ഞാൻ 7 ഇഞ്ചും ഒരു 1/2 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് വേണം. അതുകൂടെ കൂട്ടി ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് 7.5 ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കി 7ൻ്റെ നമുക്ക് 4 ഇഞ്ച് അതിവിടെ നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ 4 ഇഞ്ചും 1/2 ഇഞ്ച് തയ്യൽ തുമ്പും നമുക്ക് മാർക്ക് ചെയ്യണം. ഇതും നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു 4.5-യിൽ നിന്ന് 7.5-യിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു വര കൊടുക്കാം. അതൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് 7.5 എന്നുള്ളത് കുറച്ചുകൂടെ കുറച്ചിട്ട് 6.5 എടുക്കാം, മുകൾ ഭാഗം 5.5 എടുക്കാം. പക്ഷേ ഇതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ വയറിൻ്റെ ഭാഗത്ത്
കട്ടിങ് വരാതെ കുറച്ച് അകലം നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ 7 ഇഞ്ച് എടുത്തത്. കറക്റ്റ് സെൻറ്റർ ഭാഗത്തായിട്ട് കട്ടിങ് വരുമ്പം ഒരു ഭംഗി ഉണ്ടാകത്തില്ലല്ലോ. അപ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒരു സ്കെയിൽ ഉപയോഗിച്ച് നമുക്കൊന്ന് വരച്ചെടുക്കണം. ഇതാ ഈ 4.5-യിൽ നിന്ന് നമ്മൾ 7.5-യിലേക്ക് വരയ്ക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് മാർക്ക് ചെയ്തു. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ 7.5 എന്നുള്ളത് നിങ്ങൾക്ക് 6.5 ആക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് ഇത്ര ഇങ്ങനെ വീതിയായിട്ട് കിട്ടുന്നതാണ് ഇഷ്ടം. സൈഡ് മാത്രം കുറച്ച് കട്ടിംഗ് ആയിട്ട് കിട്ടുന്നതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ മാർക്ക് ചെയ്തത്. അപ്പോൾ ഈ ഭാഗം നമുക്ക് നല്ല വിരിവ് കിട്ടും. ഇത് കുറച്ചായിട്ടുള്ളത് മുകളിൽ വരുമ്പോൾ ഈ ഭാഗവും വിരിവ് കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്യാം. നമ്മൾ തയ്യൽ തുമ്പ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അതേ മാർക്കിങ്ങിലൂടെ തന്നെ കട്ട് ചെയ്താൽ മതി. ഇനി വേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഒരു പീസ് നേരെ തല തിരിച്ചിടുക. അതിനുശേഷം വീണ്ടും ഇത് ഇങ്ങോട്ട് തിരിക്കുക. കണ്ടോ, 2 പ്രാവശ്യം തിരിച്ചെടുക്കണം. അപ്പോൾ അതാ ഇത് ഈ തേര് വശം, അതായത് തുണിയുടെ എൻഡ് ഭാഗം ഇതിലേക്ക് ചേർന്ന് വരുന്ന രീതിയിൽ വരണം. എന്നിട്ട് ഇതിങ്ങനെ വളച്ച് നമ്മൾ കട്ട് ചെയ്യും കേട്ടോ. അതിപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടും കാര്യമില്ല. നമ്മൾ തയ്ച്ച് വരുമ്പോൾ ഒരുപാട് വേരിയേഷൻസ് നമുക്ക് വരും. അപ്പോൾ നമുക്കത് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. നീളത്തിന് വ്യത്യാസമൊന്നും വരത്തില്ല. തയ്ച്ച് വരുമ്പോഴത്തേക്കും ഒരു പീസ് താഴേക്ക് ഇറങ്ങിയും കയറിയൊക്കെ ഇരിക്കും. അത്ര മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ചേർത്ത് വെച്ചിട്ട്, തയ്യൽ തുമ്പ് വെച്ച് ചേർത്ത് വെച്ചിട്ട് നമ്മുടെ നോക്കണം കറക്റ്റ് 11 വന്നോ. എന്താ കറക്റ്റ് നമുക്ക് 11 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പും കിട്ടും, കറക്റ്റായിട്ട് നമ്മുടെ മെഷർമെൻറ്റും കിട്ടും. അപ്പോൾ തയ്യൽ തുമ്പ് ഇടാൻ വിട്ടു പോകരുത്. കറക്റ്റ് 9 വെച്ച് അങ്ങ് വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തയ്യൽ തുമ്പ് ഇല്ലാതായി പോകും. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് നിവർത്തി കാണിച്ചു തരാം. ഇത് നടുക്ക് വരുന്ന പീസാണ്. അതിനുശേഷം ഇതിന്ന് 4 പീസുണ്ട്. അതിൽ നിന്ന് 2 പീസ് എടുത്ത് ഫ്രണ്ടിൽ, ബാക്കി 2 പീസ് നമ്മൾ ബാക്കിലുമാണ് വയ്ക്കുന്നത്. കണ്ടോ? അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് ഇങ്ങനെ വെച്ചേക്കുക. തിരിഞ്ഞും മറിഞ്ഞും പീസുകൾ വരാതെ നോക്കിക്കോണം. ഇതിപ്പം നല്ല വശവും ചീത്ത വശവും ഉള്ള തുണികളാണെങ്കിൽ നമ്മൾ വെക്കുമ്പോൾ അതൊന്ന് പിൻകുത്തി സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ തയ്ക്കാനായിട്ട് നമുക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്കേർട്ടിൻ്റെ കട്ടിങ് എന്ന് പറയുന്നത്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് യോക്ക് ഭാഗത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസൈൻ പോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാണിക്കുന്ന പോലെ ചെയ്താൽ മതി. ഇതിപ്പം വലിയ മാച്ചുള്ള ഒരു തുണിയല്ല, എൻ്റെ കയ്യിൽ മിച്ചം ഇരുന്ന ഒരു തുണിയാണ്. അപ്പോൾ ഇത് മെറൂൺ കളർ ആയതുകൊണ്ട് ഇതിന് വെക്കാമെന്ന് വിചാരിച്ച് വെക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് തുണി ഇതിന് ചേരുന്നത് എടുക്കാവുന്നതാണ്. 1/2 മീറ്റർ തുണിയുടെ ആവശ്യമുള്ളൂ നമുക്ക്. അപ്പോൾ ഇത് ആദ്യം നമുക്ക് നെക്കിൻ്റെ അകലം എടുത്ത് കൊടുക്കണം. നെക്കിൻ്റെ അകലം ഞാൻ 3 ഇഞ്ചാണ് ഇവിടെ എടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് കുറച്ച്, അതായത് ഒരു 2.25 നമുക്ക് ഇങ്ങോട്ട് ഇറക്കി മാർക്ക് ചെയ്യാം. നമ്മൾ തയ്ച്ച് വരുമ്പോൾ 3 ഇഞ്ചിന് വരും. അതിനുശേഷം താഴേക്കുള്ള ഇറക്കം ഞാൻ 6.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് നെക്കിൻ്റെ ഇറക്കം എത്രയാണോ അത് തന്നെ കൊടുത്താൽ മതി. 1/2 ഇഞ്ച് ഷോൾഡറിന് പോയാലും 1/2 ഇഞ്ച് നമ്മൾ തയ്ച്ച് ഇറക്കുന്നുണ്ട് താഴേക്ക്. അപ്പോൾ കറക്റ്റ് നെക്ക് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ 6.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്കിതൊരു ബോക്സ് പോലെ മാർക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു ഷേപ്പ് വേണം കൊടുക്കാനായിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇവിടുന്ന് ഒരു 2 ഇഞ്ച് വീതിയിൽ ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്യുകയാണ്. ലെങ്ത്ത് ഞാൻ എടുക്കുന്നത് ഒരു 12.5 1/2 ഇഞ്ച് തയ്യൽ തുമ്പോടെ ചേർത്ത് 12.5 മാർക്ക് ചെയ്തു. ഈ ഒരു വീതി തന്നെ വേണം താഴെ എടുക്കാനായിട്ട്. വീതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. എന്നിട്ട് നമ്മളിതൊരു ബോക്സ് പോലെ മാർക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ 5 ഇഞ്ച് വീതിയിലാണ് ഈ ഡിസൈൻ വരുന്നത്. എന്നിട്ട് താഴെയും ഇതേപോലെ തന്നെ, അതായത് നമ്മൾ മുകളിൽ ചെയ്ത അതേ ഡിസൈൻ തന്നെയാണ് ഞാൻ താഴെയും കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്യാം. നമ്മളിത് നേരത്തെ പല വീഡിയോസിലും ക്യാൻവാസ് വെച്ച് ചെയ്യുന്നത് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ക്യാൻവാസ് ഒന്നുമില്ലാതെ നേരിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നെക്കും നമ്മൾ ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും കിട്ടുന്നത്. കണ്ടോ? അപ്പോൾ പ്ലെയിൻ ആയിട്ട് ഇരിക്കത്തില്ല, നമുക്ക് നെക്കിനൊരു ഡിസൈന് യോക്ക് ഭാഗത്ത് വരുന്നതായിരിക്കും. ഇനി സ്ലീവിൻ്റെ എൻഡിൽ നമുക്ക് വെക്കാനായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 2 ഇഞ്ച് വീതിയിൽ ഞാൻ ആദ്യം 2 പീസ് കട്ട് ചെയ്യുകയാണ്. 2 ഇഞ്ചോ 2.5 ഇഞ്ചോ ഇഷ്ടമുള്ള വീതിയിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാമേ. അപ്പോൾ ഇതുപോലെ ഞാൻ ഒരു 2 ഇഞ്ച് വീതിയിൽ മാർക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ 2 പീസ് കട്ട് ചെയ്തെടുത്തു. വീണ്ടും ഒരു 2 പീസ് കൂടെ ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. സ്ലീവിൻ്റെ എൻഡിൽ നമുക്ക് 2 ഭാഗത്തായിട്ട് വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ 4 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് ഞാൻ ലെങ്ത്ത് എടുക്കുന്നത് 15.5 നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെങ്ത്ത് എടുത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം താഴേക്ക് നമുക്കൊരു 8.5 മാർക്ക് ചെയ്യാം.
9 ഇഞ്ചാണ് നമ്മുടെ ആം ഹോൾ ഫിറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ 8.5 മാർക്ക് ചെയ്യുക. ഈ വളച്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അളന്ന് നോക്കുമ്പോൾ നമുക്ക് 9 ഇഞ്ച് കിട്ടുന്നതായിരിക്കും. ഇനി ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തു. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ തയ്യൽ തുമ്പും നമ്മൾ 1.5 ഇഞ്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തു. ഇനി നമുക്ക് 2 പീസ് ഫ്രണ്ട് വശം പിടിച്ചിട്ട് ഇതേപോലെ 1/2 ഇഞ്ച് ഒന്ന് കുഴിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു നോച്ച് കൊടുക്കാം. ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കട്ടിങ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ബാക്ക് സൈഡ് നെക്ക് കൂടെ ഞാൻ കട്ട് ചെയ്യാൻ അങ്ങ് വിട്ടുപോയി. അപ്പോൾ അതുകൂടെ ഒന്ന് കാണിച്ചു തരാം. ബാക്ക് സൈഡ് പീസ് ഇതുപോലെ വെച്ച് കൊടുക്കുക. നമ്മൾ ഫ്രണ്ടിൽ ക്യാൻവാസ് വയ്ക്കുന്നില്ല, അപ്പോൾ ബാക്കിലും നമ്മൾ ക്യാൻവാസ് വെക്കേണ്ടെന്ന് വിചാരിച്ചു. ഒരു പീസ് വെച്ചിട്ട് നമുക്ക് തിരിച്ചടിക്കാം. അപ്പോൾ 2.25 ഇവിടെ മാർക്ക് ചെയ്തു. താഴേക്ക് നമുക്ക് ഒരു 5 ഇഞ്ച് അല്ലെ 4.5 ഇഞ്ച് ഇറക്കം കൊടുക്കാം. എന്നിട്ട് ഒരു ബോക്സ് പോലെ നമ്മൾ വരച്ചെടുക്കുകയാണ്. റൗണ്ട് നെക്ക് നമുക്ക് കൊടുക്കാം. പിന്നെ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കണം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് നൈറ്റിയുടെ ഒക്കെ ബാക്കിൽ നമ്മൾ ക്രോസ് പീസ് വെച്ച് തയ്ച്ചെടുക്കത്തില്ല, അതേപോലെ തയ്ച്ചെടുക്കാം. അതല്ലെങ്കിൽ ഇതേപോലെ ഒരു പീസ് ഒന്ന് മടക്കിയിടുക. ഇതിപ്പോൾ നമുക്ക് ഒത്തിരി പീസ് മിച്ചം ഉണ്ടായിരുന്നു കേട്ടോ. കറക്റ്റ് ഫോൾഡ് ചെയ്ത വശം നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ മടക്കിയെടുക്കുക. ഫോൾഡ് ചെയ്ത വശം വേണം വെച്ച് കൊടുക്കാനായിട്ട് കേട്ടോ, തെറ്റിപ്പോകരുത്. ഇതേപോലെ എന്നിട്ട് കട്ട് ചെയ്തെടുത്തു. 2 ഇഞ്ച് വീതിയിൽ നമുക്ക് ചുറ്റുമായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നെക്കിന് വെക്കാനുള്ള പീസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അടുത്ത വീഡിയോ നമ്മൾ ഉടനെ ഇടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കാണുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നതായിരിക്കും. പിന്നെ നമ്മുടെ നൈറ്റി മെറ്റീരിയൽസ് ഉണ്ട്, അതുപോലെ കോട്ടൺ ചുരിദാർ മെറ്റീരിയൽസ് ഉണ്ട്. നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നമ്പർ ഞാനിവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ചുരിദാറും നൈറ്റിയും ഒരുമിച്ച് നിങ്ങൾക്ക് എടുക്കാമെങ്കിൽ പോസ്റ്റൽ ചാർജിൽ കുറച്ച് ഡിസ്കൗണ്ട് ഞാൻ തരുന്നതായിരിക്കും. പിന്നെ ചുരിദാർ മെറ്റീരിയൽസിൽ കൂടുതൽ എടുക്കുന്നതനുസരിച്ച് നമ്മൾ കുറച്ച് ഡിസ്കൗണ്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ 10 പീസ് എടുത്ത നൈറ്റിക്ക് ഹോൾസെയിൽ പ്രൈസും അതുപോലെ മിനിമം 2 പീസ് മുതൽ എടുക്കാവുന്നതുമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്. ബൈ ബൈ.